ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കാമെന്ന ആശങ്കയെ തുടർന്ന് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നിയോഗിച്ച സമിതി കേന്ദ്ര സർക്കാരിനോട് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ 2026 പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ആശ മേനോൻ അധ്യക്ഷയായ സമിതി സാമൂഹ്യനീതി മന്ത്രാലയത്തോട് കത്ത് നൽകി ബില്ലിലെ പല വ്യവസ്ഥകളെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ അറിയിച്ചു. പ്രവർത്തകരുടെയും വിദഗ്ധരുടെയും വിമർശനങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്രം ബിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാർച്ച് 25-ന് രാജ്യസഭ ബിൽ പാസാക്കിയതോടെയാണ് വിവാദം ശക്തമായത്. രാജ്യത്തെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ അവകാശങ്ങളെ ബാധിക്കുന്നുവെന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഒക്ടോബറിൽ സുപ്രീം കോടതി നയിച്ച സമിതിയാണ് ബില്ലിനെതിരെ രംഗത്ത് വന്നത്. നിയമ ഭേദഗതിയിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന ഗൗരവമായ വിലയിരുത്തലാണ് സമിതി മുന്നോട്ട് വെച്ചത്. 2014-ലെ നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം ലിംഗപരിചയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കിയിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി ബിൽ ഈ അവകാശം ചുരുക്കുകയും മെഡിക്കൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുകയും ചെയ്തു. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമിതിയുടെ മുന്നറിയിപ്പ്. അതേസമയം ബിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ പരിമിതമായ ചില വിഭാഗങ്ങളിലേക്ക് മാത്രം ചുരുക്കുന്നു എന്ന ആശങ്കയും ശക്തമാണ്. ട്രാൻസ്മെൻ, ട്രാൻസ് വുമൺ, നോൺ ബൈനറി വ്യക്തികൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പുറത്താകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതോടെ നിയമം സമൂഹത്തിലെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്നാണ് വിമർശകരുടെ അഭിപ്രായം. രാജ്യത്തെ LGBTQIA+ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിയമമാണ് എന്നാണ് അവരുടെ പ്രതികരണം. ലോകസഭയും രാജ്യസഭയും ബിൽ പാസാക്കിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതി സമിതിയുടെ ഈ ഇടപെടൽ വിഷയത്തെ വീണ്ടും ദേശീയ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മുൻ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ശസ്ത്രക്രിയയോ മെഡിക്കൽ തെളിവുകളോ ഇല്ലാതെ തന്നെ സ്വന്തം ലിംഗപരിചയം സ്വയം പ്രഖ്യാപിക്കാനായിരുന്നു അനുവാദം. എന്നാൽ പുതിയ നിയമപ്രകാരം ഔദ്യോഗിക അംഗീകാരം നേടാൻ ശസ്ത്രക്രിയയോ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളോ നിർബന്ധമാക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഐഡന്റിറ്റി രേഖകളും ക്ഷേമ പദ്ധതികളും ലഭിക്കുന്നതിൽ തടസ്സമാകാമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജെൻഡർ അഫേമിംഗ് ശസ്ത്രക്രിയകൾ നടത്തുന്ന ആശുപത്രികൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ അധികാരികളുമായി പങ്കിടുന്നതിലൂടെ വ്യക്തികളുടെ സ്വകാര്യത, രഹസ്യത്വം എന്നിവയ്ക്ക് ഭീഷണിയാകുമെന്ന് സമിതി വിമർശിച്ചു. ഈ ഭേദഗതി നിയമം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങളും സ്വകാര്യതയും ദുർബലപ്പെടുത്താൻ ഇടയാക്കുന്നുവെന്നും ആയതിനാൽ ബിൽ അംഗീകരിക്കാതെ ആർട്ടിക്കിൾ 111 പ്രകാരം തിരിച്ചയക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഈ ഭേദഗതി നിയമം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങളും സ്വകാര്യതയും ദുർബലപ്പെടുത്താൻ ഇടയാക്കുന്നുവെന്നും ആയതിനാൽ ബിൽ അംഗീകരിക്കാതെ ആർട്ടിക്കിൾ 111 പ്രകാരം തിരിച്ചയക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനൊപ്പം തന്നെ നിരവധി അഭിഭാഷകരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രപതിയോട് ബില്ലിന് അംഗീകാരം നൽകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ അവകാശങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ നിയമ ഭേദഗതി പിൻവലിക്കുമോ തിരുത്തുമോ എന്ന് ഇനി കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ ആശ്രയിച്ചിരിക്കുകയാണ്.